വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം അങ്ങനെ 3-ാം ഘട്ടം തെളിവെടുപ്പും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് 3-ാം ഘട്ട തെളിവെടുപ്പായിരുന്നു. വെഞ്ഞാറമൂട് പോലീസ് ആണ് തെളിവെടുപ്പ് നടത്തിയത്. അഫാനെയും കൊണ്ട് പേരുമലയുള്ള വീട്ടിൽ അഫാൻ്റെ വീട്ടിൽ പോവുകയും അവിടെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഒരു കൂസലും ഇല്ലാതെ അഫാൻ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. മറ്റുള്ള പാങ്ങോട് പോലീസും അതുപോലെ കിളിമാനൂർ പോലീസിൻ്റെ അടുത്തും പറഞ്ഞതുപോലെ തന്നെയാണ് വെഞ്ഞാറമൂട് പോലീസിൻ്റെ അടുത്തും പറഞ്ഞത്. അങ്ങനെ ഈ ജനങ്ങൾ അത്രയും കൂടി നിന്നിട്ടും ഒരു കുറ്റബോധത്തിൻ്റെ ഒരു ഭാവം പോലും അഫാന് തോന്നിയില്ല. അഫാൻ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. എങ്ങനെയാണ് സ്നേഹിച്ച പെണ്ണിനെ കൊന്നതെന്നും ക്രൂരമായിട്ട് തന്നെ കൊന്നത്, ഒരുപാട് അടിയടിച്ച് ചുറ്റിയലിന് മുഖം വികൃത കോലമാക്കി, കണ്ണ് ചൂഴ്ന്നു പോയായിരുന്നു, എല്ലാം വിശദീകരിച്ചാണ് പറഞ്ഞത്. അതുപോലെ അനിയനെ മന്തി മേടിക്കാൻ പറഞ്ഞിട്ടു. മന്തി വാങ്ങിച്ചുകൊണ്ടൊന്നും മന്തി കഴിക്കാനൊന്നും പറ്റിയില്ല. മന്തിയും കൊണ്ടുവന്നപ്പോൾ തന്നെ പെട്ടെന്നുള്ള കൊലപാതകമായിരുന്നു. അനിയനെയും ഇതുപോലെ തലയ്ക്ക് അടിക്കുന്ന സമയത്ത് എൻ്റെ ഇക്കാന്നൊരു വിളിയും വിളിച്ച് എല്ലാം തുറന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മായെയാണ് ഫസ്റ്റ് കഴുത്തിന് ഷോള് ഞെരിക്ക് തീയിൽ 2 അടി അടിച്ചതിന് ശേഷമാണ് വാപ്പുമ്മായെ കൊല്ലാൻ പോയത്. വാപ്പുമ്മായെയും കൊന്നിട്ട് വന്നതിന് ശേഷം പിന്നെയാണ് വാപ്പുമ്മായെ കൊല്ലാൻ പോയപ്പോഴും ചിറ്റികയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് നോക്കുമ്പം ഉമ്മായെ കതവും പൂട്ടിയിട്ടിട്ടാണ് പോയത്. ഉമ്മ മരിച്ചെന്ന് വിചാരിച്ചാണ് പോയത് ആശാൻ. അപ്പോഴും ഉമ്മ മരിച്ചില്ല. വന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉമ്മാക്ക് ജീവനുണ്ട്. അങ്ങനെ ആ ചിറ്റിക എടുത്ത് അഫാൻ വീണ്ടും അടിക്കുകയായിരുന്നു. ഉമ്മയെ അടിച്ച് രക്തം വാർന്ന് ഉമ്മ ഇങ്ങനെ കിടന്നിട്ടും ആ ഉമ്മ മരിച്ചില്ല. ക്യാൻസർ പേഷ്യൻ്റായ ഉമ്മ ആയിരുന്നു. അതിൽ നിന്ന് ആ ജീവിതത്തിലേക്ക് വന്ന് അപ്പം ഇവൻ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടും ആ ഉമ്മ മരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഉമ്മാരെ കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് അതിനുശേഷം ബാഗ് വാങ്ങിച്ചെടുത്തു. പിന്നെ സ്വർണം പണയം വെച്ചെടുത്ത് വാപ്പന്മാരെ സ്വർണം തട്ടിക്കൊണ്ടുപോയി പണയം വെച്ചെടുത്ത് അവിടെയും കൊണ്ടുപോയിരുന്നു തെളിവെടുപ്പ് നടത്തി. അതുപോലെ ബാഗ് വാങ്ങിച്ചെടുത്ത് കടയിലും കൊണ്ടുപോയി. പിന്നെ ചുറ്റികല്ല് വാങ്ങിച്ചെടുത്തും അവിടെയൊക്കെ ജനം അങ്ങ് കൂടി നിൽക്കുകയാണ്. അവിടെയൊക്കെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി. പിന്നെ അതിനുശേഷം എലിവിഷം വാങ്ങിച്ച കടയിൽ കൊണ്ടുകയറി. പിന്നെ മുളക് പൊടി വാങ്ങിച്ചെടുത്ത്, പിന്നെ പെപ്സി വാങ്ങിച്ചെടുത്ത്, സിഗരറ്റൊക്കെ വലിയാപ്പായ കൊന്നിട്ട് സിഗരറ്റ് 3 എണ്ണം ഇരുന്ന് സുഖമായിട്ട് ആൾ വലിച്ചിട്ടാണ് വന്നത് അവിടെ നിന്ന്. പിന്നെ പെപ്സി വാങ്ങിച്ചുകൊണ്ട് വന്ന് പെപ്സിയിൽ ഇനി എലിവിഷം കലക്കി കുടിച്ചാന്ന് അറിയാൻ വയ്യ. എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരെ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം ഇവിടുത്തെ ഈ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരനെ ഇനിയിപ്പം 3 ദിവസം പോലീസ് കസ്റ്റഡിയിലാണ്. അതിനുശേഷം നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. അപ്പം നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ അഫാൻ പറയുന്നതിൽ പല ഇപ്പം കിളിമാനൂർ പോലീസിൻ്റെ അടുത്ത് ഒരു കഥ പറയുമെങ്കിൽ അത് അത്ര കറക്റ്റ് അല്ല പറയണത്. ഒരു സ്റ്റേഷനിലെ പോലീസിൻ്റെ അടുത്ത് പറയുന്നത് പോലെ അല്ല മറ്റുള്ള ഇതിൽ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. മാറ്റിയും തിരിച്ചുമൊക്കെയാണ് പറയണത്. ഉമ്മ ഷെമി. അപ്പം അഫാൻ്റെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. എന്നിട്ട് ഇവനെ വെഞ്ഞാറമൂട് അവൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്ന വഴിക്കും അതുപോലെ ചുറ്റിക വാങ്ങിച്ചിടത്തും ഒക്കെ തെളിവെടുപ്പ് നടത്തുമ്പോൾ വാപ്പ റഹീം മകനെ കാണാനായിട്ട് ഇത്രയും നാൾ കാണണ്ട എന്ന് പറഞ്ഞെങ്കിലും മകനെ കാണാനായിട്ട് റഹീം കടയുടെ സൈഡിനോട്ട് പോകും. നമ്മൾ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് എന്ന് പറഞ്ഞാൽ കാണാൻ ഇവനെ പോലീസ് ജീപ്പിൽ കയറിയിരിക്കണത്. അങ്ങനെ മകനെ കാണാനായിട്ട് ദൂരെ നിന്ന് കാണുന്നുണ്ട്. കൈവിലങ്ങ് വെച്ചുകൊണ്ട് പോവുകയില്ലേ തെളിവെടുപ്പ്. അതങ്ങനെയായി. അപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായി. പിമ്മായ കെയർ ഹോമിലാണ് ഇപ്പം താമസിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചികിത്സയൊക്കെ ഉണ്ട് അവിടെ. അവരെ 2-3 പേരൊക്കെ പിടിച്ചാൽ നടക്കാനൊന്നും വയ്യ എന്നുള്ള ഒരിതാണ്. അപ്പോൾ കെയർ ഹോമിലാണ് അവർ. എന്ന് പറഞ്ഞാൽ ബന്ധുക്കാരും അവരെ ഇനി സ്വീകരിക്കൂല. അപ്പോഴ് ഈ റഹീം താമസിക്കുന്നത് വാപ്പുമ്മ താമസിച്ചതിൻ്റെ തൊട്ട് ചേർന്നൊരു വീടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കുന്നത് അഫാനാണെന്നാണ് അറിവ് ആ വീട്. അപ്പോഴേ ഈ 24 ഇന്ന് ചാനൽ വന്നായിരുന്നു. നമ്മൾ ശ്രീകണ്ഠൻ നായർ സാർ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഷെമിയെ കയറി കാണുന്നു.
ഹോം കെയറിൽ പോകുന്നു. അവിടെ പോയി ഷെമിയെ കാണുന്നു. ഷെമിയെ കണ്ട് ഷെമി നല്ലതുപോലെ സംസാരിക്കുന്നു, നല്ലതുപോലെ തന്നെ. അതുപോലെ പോലീസ് ഇന്നലെ തെളിവെടുപ്പിന് വന്നായിരുന്നു. അവിടെ ഷെമീരെ മൊഴി എടുക്കാനായിട്ട് വന്ന്, തെളിവെടുപ്പല്ല ഷെമീരെ മൊഴി എടുക്കാനായിട്ട് വന്ന്, ഷെമീരെ മൊഴി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഷെമി പറയുന്നത് എന്താണ്, അങ്ങനെ ഒരു സംഭവമേ നടന്നില്ല. എന്നിട്ടും പോലീസ് പറയുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാവരെയും കൊന്നു പറയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പറയുന്നുണ്ട്. അപ്പോഴും പറയുന്നത് എങ്ങനെയാണ് സംഭവിച്ചത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണിട്ട് ചാടി എഴീച്ച് ഇരിക്കാൻ നോക്കിയപ്പോൾ വീണ്ടും വീണ്, അതാണ് തലയൊക്കെ ഇങ്ങനെ ആയത് എന്നാണ് പറയുന്നത്. പക്ഷേ മോനെ സംരക്ഷിക്കുന്നുണ്ട് ആ ഉമ്മ. ഇന്ന് ശ്രീകണ്ഠൻ നായർ സാർ വന്നിട്ടും പറയിപ്പിക്കാൻ നോക്കണം എന്താണ് സംഭവിച്ചത്. അപ്പം പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു, നല്ലതുപോലെ പറയുന്നുണ്ട് കട്ടിലിൽ നിന്ന് വീണു. അന്നൊക്കെ ആണെങ്കിൽ ഓർമ്മയില്ലാതെ പറഞ്ഞെന്നെങ്കിലും പറയാം. ഇപ്പം പറയുന്നതും അവർ നല്ല സ്വയബോധത്തോടു കൂടി തന്നെ പറയുന്ന ഇതായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. കട്ടിലിൽ നിന്ന് വീണതാണെന്ന് പറയുന്നു. അപ്പോഴും വീണ്ടും സാറെടുത്ത് വീട് വെച്ച് തരാം എന്നുള്ള ഇത് പറയുന്നത് എങ്ങനെയെങ്കിലും പറയിക്കാനാണ്. വീട് വെച്ച് കൊടുക്കുമായിരിക്കും സാറ്, 24 ചിലപ്പം വെച്ച് കൊടുക്കും. നല്ല കാര്യം, വീട് വെച്ച് കൊടുക്കുന്നെങ്കിൽ നല്ല കാര്യം. അങ്ങനെ പറയിക്കാൻ നോക്കണം. വീണ്ടും ഇവർ ഇങ്ങനെ തന്നെ സംഭവിച്ചത്. പിന്നെ ബാക്കിയുള്ളവർ എനിക്കെല്ലാവരും ഇഷ്ടപ്പെട്ട് അവർ പറയുന്നുണ്ട്, എല്ലാവരും പോയി എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ പറയുന്നു. പക്ഷെ ആദ്യമൊക്കെ അവർക്ക് വിഷമം ഉണ്ടായിരുന്നു. അവരെ മോൻ മരിച്ച കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അഫാനാണിത് ചെയ്തതെന്ന് പറഞ്ഞ് അപ്പോഴാദ്യം വിഷമം ഉണ്ടായെങ്കിലും വീണ്ടും ഇവർ ഇപ്പം ആ ഒരു മോൻ മരിച്ചതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. വീണ്ടും ഇവരെ ആവർത്തിച്ച് വീണ്ടും പറയുന്നു ഞാൻ കട്ടിലിൽ നിന്നാണ് വീണത്. അപ്പോഴും പോലീസിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞു, ഞാൻ പോലീസിന് മൊഴി കൊടുത്തത് കട്ടിലിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാത്തത്, ഈ അഫാൻ ചെയ്തതാണ് എന്ന് പറയാത്തതുണ്ട്. മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇവർ പറയുന്നില്ല, ഈ ഉമ്മ പറയുന്നില്ല. അതിനി എന്ത് കാര്യമാണ്, മോനെ സംരക്ഷിക്കാൻ നോക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സാറ് പറയുന്നത് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നല്ല ഇതായി വരുമ്പോഴത്തേക്ക് പോലീസ് ഇനി വീണ്ടും വരും, പോലീസ് വന്ന് തിരക്കുമ്പോൾ കാര്യം പറയുമല്ലോ. ഞാൻ ഇങ്ങനെ തന്നെ പറയും, അപ്പോഴും ഇങ്ങനെ തന്നെ പറയുമെന്ന് തന്നെ പറയണത്, കട്ടിലിൽ നിന്ന് വീണെന്ന്. ആദ്യം എഴീച്ചിരുന്ന് രണ്ടാമത് വീണ്ടും എഴീച്ച് കട്ടിലിരിക്കാൻ പോയപ്പോൾ വീണ്ടും വീണ്. അപ്പം മോനെ സംരക്ഷിക്കുകയാണ് ഉമ്മ. ഈ ഇളയ മോൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് പോലും ഒരു ഇത് ആദ്യമൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ആ ഒരു ഇതില്ല. പിന്നെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ അവർ സംസാരമൊക്കെ കേട്ടിട്ട് വേറെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. എത്ര ഇത് ഉണ്ടായിരുന്നാലും ഇത്രയും പേരെ കൊന്നതല്ലേ, അപ്പോഴെന്തോന്ന് ചെയ്യണം, ഈ ഉമ്മ സത്യം പറയണമായിരുന്നു. ഇനിയിപ്പം ഈ ഉമ്മയാണ് ഒരു തെളിവുള്ളത്. ഇപ്പം ഈ അഫാൻ പറയുന്നത് പോലീസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞവർ തെളിവെടുപ്പ് നടത്തി, പോലീസ് എല്ലാം പറഞ്ഞതായിട്ട് തെളിവെടുപ്പ് നടത്തി. ഇതെല്ലാ രേഖകളും കൊണ്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ ചെന്നിട്ട് അഫാൻ പറയുകയാണ് അവന് ചെയ്തില്ല എന്ന് പറഞ്ഞ ഇപ്പം സാക്ഷി ഉമ്മ ഉണ്ട്. ആ ഉമ്മ തന്നെ പറയുകയാണ് കട്ടിലിൽ നിന്ന് വീണെന്ന്. ഉമ്മ പറയുന്നില്ല. അപ്പം പിന്നെ ഈ കേസ് ഇനി എങ്ങോട്ടാണ് കേസിൻ്റെ പോക്കെന്ന് അറിയാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ അവന് ഇനിയും പല പല ഉദ്ദേശങ്ങളുണ്ട് അഫാന്. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ കേസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് നാളൊന്നും കിടക്കുമൊന്നുമില്ല, മിക്കവാറും ഒരുപാട് 10 വർഷം തന്നെ കിടക്കുമെന്തോ, ഒരു 6-7 വർഷമൊക്കെ ആകുമ്പോൾ മിക്കവാറും ഇറങ്ങിയതിന് ശേഷം ഇനി അടുത്ത ഉദ്ദേശം ഉറപ്പായിട്ടും ഉമ്മ മോനെ സംരക്ഷിക്കാൻ നോക്കണമെങ്കിലും ഉമ്മായെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ വാപ്പ. ഇവർ രണ്ടുപേരെ ഇത് കാണും. പിന്നെ ബന്ധുക്കാരുണ്ട്, പൈസ കടം ചോദിച്ചാൽ പലിശയ്ക്ക് കൊടുത്തെന്നോ ഒക്കെ പറയണേട്ട് ഇവർ പോയി കടം വാങ്ങിച്ച വീട്ടിൽ അവരടുത്ത് വൈരാഗ്യമാണ്, അവരെ ഉമ്മായും മോളെയും കൊല്ലാൻ പറ്റിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഇനി ഇറങ്ങണമെങ്കിലും ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ കാണും. അത് പറയില്ല, ചെന്താമര എന്ന് പറഞ്ഞ ആൾ 2 കുട്ടികളെ അമ്മയെ കൊന്നു, 5 വർഷത്തിന് മുമ്പ് കൊന്നതിന് ശേഷം വീണ്ടും അവനെ ആ ജാമ്യത്തിലിറക്കിയിട്ട് അവൻ്റെ വൈരാഗ്യം അടങ്ങിയില്ല എന്നുള്ളതാണ്. അവൻ വന്നിട്ട് വീണ്ടും അച്ഛൻ ആ മക്കളെ സംരക്ഷിക്കുന്നത് അച്ഛനായിരുന്നു, കൂലിവേലക്കാരനാണ്. അങ്ങനെയാണ് ഈ ചെന്താമരയുടെ വീട്ടിൻ്റെ അയലുമൊക്കെ വരുന്നത്. അവിടെ നിന്ന് മാറി ദൂരോട്ട് പോയിട്ട് തന്നെ അന്ന് എന്തോ ആവശ്യത്തിന് വന്നതാണ്. ആ അച്ഛനെയും അച്ഛൻ്റെ അമ്മയും ക്രൂരമായിട്ടല്ലേ കുത്തിക്കൊന്നത്. അപ്പോൾ ആ 2 പെൺകുട്ടികൾ അനാഥയായി. മൂത്തതിനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇയാളെ ഇനി ഒരു പെങ്കൊച്ചുണ്ട്.
അവർക്കിനി ആര്? ഇതാണ് പറയണത്. ഇത് മിക്കവാറും ഇവ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഇവനെ ഇറക്കരുതെന്നാണ് പറയണത്. ഇവൻ മിക്കവാറും ഈ തള്ള മൊഴി കൊടുക്കാതിരുന്നാൽ ഉറപ്പായിട്ടും ഇറങ്ങും. തള്ള പറയണ്, എന്നിട്ട് പിന്നെ 24-നോട് പറയണ്, ചാനലിനോട് പറയണ്, എനിക്ക് സാറേ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ ഇനി കൊണ്ടുവരണമെന്നും പറഞ്ഞു കിടന്ന് കരയണു. മോനെ കൊണ്ടുവരണം, എൻ്റെ മോനെ ഒന്നും ചെയ്യരുതെന്ന് പറയണമെന്ന്. അപ്പം ഇവരെന്തോ ഒളിക്കുന്നു. ഈ ഇത്രയും പൈസ കടം വാങ്ങിച്ച് ലക്ഷങ്ങൾ ഈ ഉമ്മയാണ് വാങ്ങിച്ചത്. ഉമ്മ വാങ്ങിച്ച് ഇങ്ങനെ ചിലവാക്കിയതിൻ്റെ ഒരിതായിരിക്കാം ആ മോന് വിഷമം വന്ന് ചെയ്തിട്ടുള്ളത്. അവൻ്റെ പ്രായം അതല്ലേ, 23 വയസ്സല്ലേ. അപ്പോൾ മോൻ പറഞ്ഞ കൂത്തിനൊത്ത് പൈസ വാങ്ങിച്ച് ജനങ്ങളെ കയ്യിൽ നിന്ന് 5 ലക്ഷം, 3 ലക്ഷം, 7 ലക്ഷം, പിന്നെ അതുപോലെ 15 ലക്ഷം ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് മോന് ആർഭാടമായിട്ട് അങ്ങ് കൊടുത്ത്. മക്കൾ വീട്ടിലുണ്ടാക്കണ ഫുഡ് കഴിക്കൂല. വീട്ടിൽ ഇനി ഉമ്മ ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കൂലായിരിക്കും. വെളിയിൽ നിന്ന് ഹോട്ടലിലെ ഫുഡേ കഴിക്കും അവർ 3 നേരവും ഹോട്ടലിലെ ഫുഡും, അങ്ങനെയുള്ള ആർഭാട ജീവിതം. ചമ്മന്തിയും ചോറും ആയിരുന്നാലും ഉപ്പും കഞ്ഞി ആയിരുന്നാലും മക്കളത് കുടിക്കാൻ പഠിപ്പിക്കണം ആദ്യം. അമ്മക്ക് വേണം, ആവശ്യത്തിന് വേണം. കൊതി തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തിരി അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങി ഇത്തിരി ഫുഡ് കഴിക്കാനാ, ഒന്ന് വെളിയിലോട്ട് പോവാനാ. അത് ദിവസവും ഇങ്ങനെ യാത്ര ചെയ്ത് ഉമ്മായും മോനും ദിവസവും ഇത് തന്നെ പറയണത്. യാത്ര ഇങ്ങനെ ചെയ്ത് ഫുഡുകളും വാങ്ങിച്ച് ഇങ്ങനെ തന്നെ പറയണത്. അപ്പം ഉമ്മയാണ് ഇത്രയും ഇതിനെല്ലാത്തിനും കാരണക്കാരി എന്നുള്ളതായിട്ടാണ് ഉമ്മയെ ഫസ്റ്റ് കൊല്ലാൻ ഒരുങ്ങിയത്. പക്ഷേ ഉമ്മ മരിച്ചില്ലെങ്കിൽ ആ ഉമ്മാക്ക് അഫാനെ നല്ല പേടിയുണ്ട്. എന്താണെന്നറിയില്ല, അഫാനിന് വെളിയിൽ പൊട്ടിക്കുമെന്നുള്ള പേടിയാണെന്നറിയാൻ വയ്യ. ഉമ്മ മകനെ സംരക്ഷിക്കുന്നു. ഒരു കുറ്റവാളിയെ സംരക്ഷിക്കണത് എന്തിന്? അങ്ങനെയുണ്ടെങ്കിൽ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കണത് എന്തിന്? ഇനി എത്ര കൊമ്പത്തെ മോനായിരുന്നാലും ഈ 5 എണ്ണത്തിനെ കൊന്നിട്ട് ഇനി 3-4 പേരെ കൊല്ലാണ്ടെന്ന് ലിസ്റ്റിലുണ്ടെന്ന് പറയുന്നു. ഇനി എന്തോന്ന് ചെയ്യണമെന്നറിയാം. ഇനി ഈ കൊന്ന് കിടക്കണ ഓരോരുത്തരെയും ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കണം. പക്ഷേ യവൻ നിന്ന് കൊല്ലണത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ ഓരോരുത്തരും മരിച്ച് കിടക്കണ ഫോട്ടോ കാണിക്കുമ്പോൾ ചിലപ്പം അവർക്ക് ഒരു മനസ്സിൽ പറയാൻ ചിലപ്പോൾ പറ്റുമോ, അവർ പറയുമായിരിക്കും. അവരെന്ത് തന്നെ ആയാലും 2 മണിക്കൂർ പോലീസ് അവർ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പോലും ഇവർ പറയുന്നില്ല. കട്ടിലിൽ നിന്ന് വീണ് എന്നുള്ള ഒരു ഒറ്റ വാക്ക് മാത്രം പറയുന്നുണ്ട്. അപ്പം ഇവർ പറഞ്ഞാൽ അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ മോൻ ഇറങ്ങി വന്നിട്ട് വീണ്ടും എല്ലാത്തിനെയും തട്ടും. അത് ഉറപ്പായ കാര്യമാണ്. അവന് ഒരു കുറ്റബോധം ഇല്ല. അവൻ ഇത്രയും പേരെ കൊന്നതായിട്ട് ഒരു മനസ്സിന് എന്തോ എനിക്ക് പറയാൻ തന്നെ അറിഞ്ഞൂടാ. ഒരിതും ഇല്ലാത്ത ഒരു വിഷമഭാവമോ ഇത് അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോയി ആ വീട്ടിലോട്ടൊക്കെ പോയിട്ട് കൂളായിട്ടാണ് നടന്നും കൊണ്ട് പിന്നെ ഒരേ കാര്യങ്ങൾ വിവരിക്കുന്നത്. ഒരേ സ്ഥലത്തും അങ്ങനെയാണ്. ജനങ്ങളെ കണ്ടിട്ട് പോലും ഒരു വിഷമഭാവമോ ഒരു കുറ്റബോധമോ ഒന്നും തോന്നുന്നില്ല. ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇനി വീട് വെച്ച് കൊടുക്കാൻ പിന്നെ വാപ്പന്മാരെ വീട്ടിൻ്റെ അടുത്ത് ചേർന്ന് വീട് കിടക്കുന്നുണ്ട്. അത് ഇവർക്കാണെന്ന് പറയുന്നു. പിന്നെ ഇനി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷെമി പെട്ടെന്ന് ആ വീട് വേണം എന്നാണ് പറയണത്. ഇനിയിപ്പോൾ അവർ ആ വീട്ടിലോട്ട് പോകില്ല. എന്നവിടെ 2 മരണം നടന്ന് ഒന്നിനെ കൊല്ലാനും ഒരുങ്ങി, മായ കൊല്ലാനും ഒരുങ്ങി. അപ്പോൾ ആ കുട്ടിയുടെ ബുക്കുകൾ കിടക്കണ കാണണം. ഇന്ന് തെളിവെടുപ്പിന് പോയപ്പോൾ തന്നെ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണല്ലോ വീട്. അപ്പോൾ ആ ബുക്കുകൾ കഷ്ടം ആ സിറ്റൗട്ടിൻ്റെ ഭാഗത്തങ്ങ് ചെതറി കിടക്കണം. ഒരു വല്ലാത്ത കഷ്ടം തന്നെ. എന്തായാലും ഇങ്ങനെയുള്ള അഫാന്മാർ ഇനി ഉണ്ടാവാതിരിക്കട്ടെ.